ലാസ് വെഗാസ് സ്പിയർ ഔദ്യോഗികമായി MSG സ്പിയർ എന്നറിയപ്പെടുന്നു. നെവാഡയിലെ ലാസ് വെഗാസിലെ ഒരു വിപ്ലവകരമായ വിനോദവേദിയാണിത്. അതിന്റെ കൂറ്റൻ ഘടനയ്ക്കും നൂതനമായ LED സ്ക്രീൻ സാങ്കേതിക വിദ്യയ്ക്കും ഇത് പ്രശസ്തമാണ്. ഇത് എങ്ങനെ നിർമ്മിച്ചു? മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്റർടൈൻമെന്റ് എന്ന കമ്പനിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുല്യമായ ഗോളാകൃതിയിലുള്ള രൂപകൽപ്പന 360 ഡിഗ്രി ഇന്റീരിയർ അനുഭവത്തോടെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നു. $2 ബില്യണിലധികം ഇതിനായി ചിലവഴിച്ചു. അതുകൊണ്ട് തന്നെ സ്പിയറിന്റെ ഘടന നിർമ്മിക്കാൻ 18,000 ടണ്ണിലധികം സ്റ്റീൽ ഉപയോഗിച്ചു. വലിപ്പം സ്പിയറിന് 360 അടി ഉയരവും 516 അടി വീതിയുമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഗോളാകൃതിയിലുള്ള ഘടനയായി മാറ്റുന്നു. 1,60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള അൾട്രാ ഹൈ റെസല്യൂഷനോട് കൂടിയ ഇന്റീരിയർ സ്ക്രീൻ ഭൂമിയിലെ ഏറ്റവും വലിയ LED ഡിസ്പ്ലേയാണ്. നൂതന ശബ്ദ സാങ്കേതിക വിദ്യ ഓരോ സീറ്റിനും അനുയോജ്യമായ ഓഡിയോ അനുഭവങ്ങൾ ഉറപ്പാക്കുന്നു. ഇമേഴ്സീവ് ഇഫക്റ്റുകൾ, കാറ്റ്, സുഗന്ധം, താപനില മാറ്റങ്ങൾ തുടങ്ങിയ 4D ഘടകങ്ങൾ ഉൾപ്പെടുന്നു. വലിയ ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു മികച്ച ഗോളം സൃഷ്ടിക്കുന്നതിന് വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. ദശലക്ഷക്കണക്കിന് LEDകൾ സ്ഥാപിക്കുകയും അവയെ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. കച്ചേരികൾ, ഇമേഴ്സീവ് ഷോകൾ, ഇവന്റുകൾ എന്നിവയ്ക്കായി സ്പിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ലോകത്തിലെ മറ്റൊരു വേദിയിലും ഇല്ലാത്തത്ര ദൃശ്യ, ശ്രവണ അനുഭവം എന്നിവ ഇത് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ലാസ് വെഗാസിലെ സ്പിയർ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും അവിശ്വസനീയമായ ഘടനകളിൽ ഒന്നാണ്. വിനോദത്തെ പുനർനിർവചിക്കുന്ന ഒരു ഭീമാകരമായി തിളങ്ങുന്ന ഭ്രമണപഥം. എന്നാൽ ഈ സാങ്കേതിക അത്ഭുതം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ മിന്നുന്ന LED സ്ക്രീനുകൾ മുതൽ അത്യാധുനിക ശബ്ദ സംവിധാനം വരെ, സ്പിയറിന് പിന്നിലെ രഹസ്യങ്ങളും അതിനെ ഇത്രമാത്രം സവിശേഷമാക്കുന്നതും എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ലാസ് വെഗാസ് സ്പിയർ 2023 സെപ്റ്റംബറിൽ തുറന്നു. വിനോദത്തിൽ ഇത് ഒരു വലിയ നേട്ടമാണ്. അകത്ത് മുഴുവൻ സീലിംഗും മൂടുന്ന ഒരു സ്ക്രീനുമുണ്ട്. സീറ്റുകൾ വൈബ്രേറ്റ് ചെയ്യുന്നു. ശബ്ദ സംവിധാനം ഓരോ സീറ്റിലേക്കും വ്യത്യസ്ത ശബ്ദങ്ങൾ അയക്കുന്നു. സ്പിയറിന് കാറ്റും ഗന്ധവും പോലും സൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ വിഷ്വൽ പ്രദർശനത്തിൽ ആണെങ്കിൽ പോലും അത് യാഥാർത്ഥ്യമായി തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അതിന്റെ പ്രവർത്തനം. ഈ സ്പിയറിന്റെ നിർമ്മാണത്തിന് $2.3 ബില്യൺ ചിലവായി. ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ അതിശയകരമാണ്. മാഡിസൺ സ്ക്വയർ ഗാർഡൻ കമ്പനി 2018 ഇത് സ്പിയർ പ്രഖ്യാപിച്ചു. 2023 അത് തുറന്നു പ്രവർത്തിക്കുന്നു. 5 വർഷത്തെ നിർമ്മാണത്തിൽ ഉത്ഭവിച്ച അത്ഭുതം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ നിർമ്മാതാക്കൾ മാഡിസൺ സ്ക്വയർ ഗാർഡൻ, റേഡിയോ സിറ്റി മ്യൂസിക് ഹാൾ തുടങ്ങിയ പ്രശസ്തമായ മറ്റ് സ്ഥലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ സ്പിയർ വ്യത്യസ്തമായ തരത്തിലാണ്. അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ കൊണ്ടുവന്നു. 5 വർഷത്തിന് ശേഷം സ്പിയർ തുറന്നു. അതിന്റെ രൂപകൽപ്പന എല്ലാവരെയും ആകർഷിച്ചു. സ്പിയറിന്റെ പുറംഭാഗത്തെ എക്സോസ്പിയർ എന്ന് വിളിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സ്ക്രീനാണ് ഇത്. ബുർജ് ഖലീഫയിൽ പ്രവർത്തിച്ചിരുന്ന അതേ കമ്പനിയായ സാക്കോയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. എക്സോസ്പിയർ ഉള്ളിലെ സ്ക്രീനിനേക്കാൾ 3.5 മടങ്ങ് വലുതാണ്. വളരെ ക്ലാരിറ്റി നിറഞ്ഞതും കാണികളെ വിസ്മയിപ്പിക്കുന്ന ഒരു സ്ക്രീനാണത്. സ്ക്രീൻ ഒരു TV പോലെ പ്രവർത്തിക്കുന്നു. പിക്സലുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ലൈറ്റുകൾ ഇതിലുണ്ട്. വലിയ ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനായി ഈ ലൈറ്റുകൾ ഒരുമിച്ച് ചേർക്കുന്നു. എക്സോസ്പിയറിൽ, അതായത് പുറം വശത്ത് 1.2 ദശലക്ഷം ലൈറ്റുകളുണ്ട്. അടുത്തുനിന്ന് നിങ്ങൾക്ക് ലൈറ്റുകൾക്കിടയിലുള്ള വിടവുകൾ കാണാൻ കഴിയും. എന്നാൽ ദൂരെ നിന്ന് ലൈറ്റുകൾ കൂടിച്ചേർന്ന് വ്യക്തമായ ഒരു ചിത്രം സൃഷ്ടിക്കുന്നു. ഇനി നമുക്ക് സ്പിയറിനുള്ളിൽ പോകാം. ആദ്യം നമുക്ക് ആട്രിയത്തിലേക്ക് പ്രവേശിക്കാം. ആട്രിയത്തിൽ നൂതനമായ ഓഡിയോ വിഷ്വൽ സാങ്കേതിക വിദ്യയുണ്ട്. ഇത് ഒരു 3D സ്ക്രീൻ പോലെ കാണപ്പെടുന്നു, പക്ഷേ ഇത് ഒരു ഒപ്റ്റിക്കൽ മിഥ്യയാണ്. നൂറുകണക്കിന് ചെറിയ റോട്ടറുകൾ വളരെ വേഗത്തിൽ കറങ്ങുന്നു. ഇത് ചിത്രങ്ങൾ ദൃശ്യമാക്കുന്നു. കൂടാതെ ആട്രിയത്തിൽ 5 റോബോട്ടുകളുമുണ്ട്. ഒരു റോബോട്ടിനെ ഓറ എന്ന് വിളിക്കുന്നു. എഞ്ചിനീയേഴ്സ് ആർട്സ് എന്ന ഇംഗ്ലീഷ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഓറ വളരെ പുരോഗമിച്ചതും മെഷീൻ ലേണിംഗ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിന് നടക്കാൻ കഴിയില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ അതിന്റെ മുകൾ ഭാഗം നീങ്ങുന്നു. ഓറ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും സ്പിയറിലെ സാങ്കേതിക വിദ്യ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇത് ChatGPT, മുഖം തിരിച്ചറിയൽ തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. ഓറ സന്ദർശകരിൽ നിന്ന് പഠിക്കുകയും കാലക്രമേണ മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഇത് തമാശകൾ പോലും പറയുന്നു. അടുത്തതായി നമ്മൾ തിയേറ്ററിലേക്ക് നീങ്ങുന്നു. തിയേറ്ററിൽ സ്പിയറിന്റെ പ്രധാന സ്ക്രീനുണ്ട്. ഈ സ്ക്രീൻ ഒരു IMAX സ്ക്രീനിനേക്കാൾ 20 മടങ്ങ് വലുതാണ്. പ്രേക്ഷകർക്ക് ചുറ്റും ഇത് വളയുന്നു. ശബ്ദം കടന്നുപോകാൻ അനുവദിക്കുന്ന പ്രത്യേക LED ടൈലുകൾ കൊണ്ടാണ് സ്ക്രീൻ നിർമ്മിച്ചിരിക്കുന്നത്.
സ്പിയറിന്റെ സ്ക്രീനിൽ 256 ദശലക്ഷം പിക്സലുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെസല്യൂഷൻ സ്ക്രീനാണിത്. എന്നാൽ പിക്സൽ സാന്ദ്രത വളരെ കുറവാണ്. ഇഞ്ചിന് 3.33 പിക്സലുകൾ മാത്രം. എന്നിരുന്നാലും ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ സ്ക്രീൻ വ്യക്തമായി കാണപ്പെടുന്നു. ഈ സ്ക്രീനിനായി വീഡിയോകൾ നിർമ്മിക്കുന്നത് എളുപ്പമായിരുന്നില്ല. ഇത്രയും വലിയ വളഞ്ഞ സ്ക്രീനിനായി സാധാരണ ക്യാമറകൾക്ക് ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞില്ല. ഇത് പരിഹരിക്കുന്നതിനായി സ്പിയർ സ്റ്റുഡിയോസ് എന്ന പുതിയ കമ്പനി അവർ സൃഷ്ടിച്ചു. വീഡിയോകൾ പരീക്ഷിക്കുന്നതിനായി അവർ സ്പിയറിന്റെ ഒരു ചെറിയ പതിപ്പ് ബിഗ് ഡോം നിർമ്മിച്ചു. സ്പിയർ സ്റ്റുഡിയോസ് ബിഗ് സ്കൈ ക്യാമറ സിസ്റ്റം എന്ന പേരിൽ ഒരു പ്രത്യേക ക്യാമറയും അവർ നിർമ്മിച്ചു. ഈ ക്യാമറ വളരെ ശക്തമാണ്. ഇതിന് 316 മെഗാ പിക്സലുകൾ പകർത്താനും സെക്കൻഡിൽ 120 ഫ്രെയിമുകളിൽ 18K റെസല്യൂഷൻ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനും കഴിയും. ഒരു സെക്കൻഡ് വീഡിയോക്ക് 60 GB സ്റ്റോറേജ് ഇത് ഉപയോഗിക്കുന്നു. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ക്യാമറകളിൽ ഒന്നാണിത്. ബിഗ് സ്കൈ ക്യാമറ പ്രവർത്തിപ്പിക്കാൻ എളുപ്പമല്ല. ഇത് കൈകാര്യം ചെയ്യാൻ 12 പേർ വേണം. മുമ്പത്തെ മോഡലിൽ 11 ചെറിയ ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ഒരു വലിയ ലെൻസ് ഉപയോഗിക്കുന്നു. ഏകദേശം 1 അടി വീതി. അത് 165 ഡിഗ്രി കാഴ്ച പകർത്തുകയും ചെയ്യുന്നു. ക്രമീകരണങ്ങൾക്കായി അധിക ഇടം നൽകിക്കൊണ്ട് ഈ വിശാലമായ കാഴ്ച മുഴുവൻ സ്ക്രീനിനെയും മൂടാൻ സഹായിക്കുന്നു. ലെൻസ് ക്യാമറയുടെ ഒരു ഭാഗം മാത്രമാണ്. ചിത്രം പകർത്താൻ ഒരു സെൻസർ ആവശ്യമാണ്. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സെൻസർ നിർമ്മിക്കാൻ സ്പിയർ സ്റ്റുഡിയോസ് SD മൈക്രോ ഇലക്ട്രോണിക്സുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ലെൻസ് പ്രകാശത്തെ വളച്ച് സെൻസറിൽ ഫോക്കസ് ചെയ്യുന്നു. സെൻസർ പ്രകാശത്തെ പിക്സലുകളാക്കി മാറ്റുകയും ഒരു ഡിജിറ്റൽ ഇമേജ് സൃഷ്ടിക്കാൻ സിഗ്നലുകൾ അയക്കുകയും ചെയ്യുന്നു. മിക്ക സെൻസറുകളും TV സ്ക്രീനുകൾ പോലെ ചതുരാകൃതിയിലാണ്. എന്നാൽ സ്പിയറിന്റെ സ്ക്രീൻ വൃത്താകൃതിയിലാണ്. അതിനാൽ സ്ക്രീനുമായി പൊരുത്തപ്പെടാൻ അവർ ഏതാണ്ട് ചതുരാകൃതിയിലുള്ള ഒരു സെൻസർ ഉപയോഗിച്ചു. അങ്ങനെ ദൃശ്യവിസ്മയം അവർ സാധ്യമാക്കി. മറ്റൊരു പ്രധാന ഭാഗമാണ് സ്പിയറിന്റെ സൗണ്ട് സിസ്റ്റം. ജർമ്മൻ കമ്പനിയായ ഹോളോപ്ലോട്ട് സൃഷ്ടിച്ച അതിശയകരമായ ശബ്ദ സംവിധാനം സ്പിയറിലുണ്ട്. സ്ക്രീനിന് പിന്നിൽ 1,67,000 സ്പീക്കറുകളുണ്ട്. ഒരാൾക്ക് ഏകദേശം 8.4 സ്പീക്കറുകൾ. LED സ്ക്രീൻ വളരെ നേർത്തതാണ്. ഇത് ശബ്ദം കടന്നു പോകാൻ അനുവദിക്കുന്നു. ഇതിനെ ഓഡിയോ ട്രാൻസ്പറൻസി എന്ന് വിളിക്കുന്നു. സ്ക്രീൻ ഡിസൈനർമാരും ശബ്ദ എഞ്ചിനീയർമാരും ഇത് സാധ്യമാക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു. തിയേറ്ററിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യത്യസ്ത ശബ്ദങ്ങൾ അയക്കാനുള്ള കഴിവാണ് ശബ്ദ സംവിധാനത്തെ സവിശേഷമാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ഗ്രൂപ്പിന് ഒരു ഭാഷയിൽ ഒരു സിനിമ കേൾക്കാൻ കഴിയും. മറ്റൊരു ഗ്രൂപ്പിന് അത് മറ്റൊരു ഭാഷയിൽ കേൾക്കാൻ കഴിയും. ഏത് ശബ്ദം ഏത് പ്രദേശത്തേക്ക് പോകുന്നു എന്ന് നിയന്ത്രിക്കാൻ അവർ തരംഗങ്ങളുടെ സമയവും വോളിയവും ക്രമീകരിക്കുന്നു. അതിലൂടെ ഇത് സാധ്യമാകുന്നു. ഈ സിസ്റ്റം ഒരു ലേസർ ബീം പോലെ പ്രവർത്തിക്കുന്നു. ശബ്ദം എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നതിന് പകരം നിർദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും നൂതനമായ ശബ്ദ സംവിധാനങ്ങളിൽ ഒന്നാണിത്. മറ്റൊരു പ്രത്യേകത ഹാപ്റ്റിക് സീറ്റുകളാണ്. സീറ്റുകൾ പോലും അനുഭവം വർദ്ധിപ്പിക്കുന്നു. 18,600 സീറ്റുകളിൽ 10,000-ലും ഹാപ്റ്റിക് സാങ്കേതിക വിദ്യയുണ്ട്. ദൃശ്യങ്ങൾക്കും ശബ്ദങ്ങൾക്കും അനുസൃതമായി ഷോകൾക്കിടയിൽ ഈ സീറ്റുകൾ വൈബ്രേറ്റ് ചെയ്യുന്നു. കാറ്റ് മെഷീനുകൾ കാറ്റുകൾ സൃഷ്ടിക്കുന്നു. കൂടാതെ അനുഭവം വർദ്ധിപ്പിക്കുന്നതിന് അവ ഗന്ധങ്ങളും മൂടൽ മഞ്ഞ് പോലും ഉപയോഗിക്കുന്നു. പ്രേക്ഷകർക്ക് ഇത് അമിതമാകില്ലെന്ന് ടീം ഉറപ്പാക്കുന്നു. അതൊരു പ്രധാന പോയിന്റാണ്. എല്ലാം കൃത്യമായി വീക്ഷിക്കാൻ ഒരു ടീം പ്രവർത്തിക്കുന്നു. ദ സ്പിയറിൽ നിലവിൽ 2 തരം ഷോകളുണ്ട്. ലൈവ് ഷോകൾ. പ്രശസ്തമായ കലാകാരന്മാർ തത്സമയം അവതരിപ്പിക്കുന്നു. ദൃശ്യാനുഭവത്തോടെ ഏറ്റവും നല്ല രീതിയിൽ അത് നടത്താൻ സാധിക്കുന്നു. മറ്റൊന്ന് ഇമേഴ്സീവ് അനുഭവം. പോസ്റ്റ് കാർഡ് ഫ്രം എർത്ത് എന്ന സിനിമ പ്രദർശനം ചെയ്യുന്നുണ്ട്. കാണുന്നതിന് മുമ്പ് അതിഥികൾ ആട്രിയത്തിലെ 5 ഓറോ റോബോട്ടുകളുമായി സംവാദിക്കുന്നു. ഡാരൻ ആരനോസ്കി സംവിധാനം ചെയ്ത ഈ സിനിമ ബിഗ് സ്കൈ ക്യാമറ സിസ്റ്റം ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യ ചിത്രമാണ്. ഇത് മനുഷ്യ വികസനവും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്നു. ഇവിടെ പ്രദർശിപ്പിക്കുന്ന എന്ത് തന്നെ ആയാലും അതിൽ നിങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിൽ ആണ് അവ പ്രവർത്തിക്കുക. ഉദാഹരണത്തിന്, ഒരു കാട് ചിത്രീകരണമാണ് അവിടെ പ്ലേ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അതിൽ കാണപ്പെടുന്ന ജീവികൾ പോലും നിങ്ങളുടെ തൊട്ടടുത്ത് അനുഭവപ്പെടും. ടിക്കറ്റ് വിലകൾ $79-നും $300 ഇടയിലാണ്. ഭാവി പരിപാടികൾ പ്ലാൻ ചെയ്തു വരുന്നു. മറ്റ് സിനിമകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും നിർമ്മിക്കാൻ വളരെ സമയമെടുക്കുന്നു. UFC 306 പോലുള്ള തത്സമയ സ്പോർട്സ് ഇവന്റുകൾ ഈ വർഷം അവസാനം നടക്കുമെന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. അബുദാബി, ദക്ഷിണ കൊറിയ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ പുതിയ സ്പിയറുകൾ നിർമ്മിക്കുന്നതും MSG പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പ്രകാശ മലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ലണ്ടനിൽ ഒരു സ്പിയർ നിർമ്മിക്കാനുള്ള പദ്ധതികൾ റദ്ദാക്കി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു ബഹിരാകാശ നടത്തം ചിത്രീകരിക്കാൻ സ്പിയർ സ്റ്റുഡിയോസ് ബിഗ് സ്കൈ ക്യാമറ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു.
ഇത് കാഴ്ചക്കാർക്ക് ബഹിരാകാശത്തിന്റെ ഒരു യഥാർത്ഥ അനുഭവം നൽകും. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഇത് സന്ദർശിക്കുമോ? നിങ്ങൾ സ്പിയർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഇതിനകം അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് മൂല്യവത്തായിരുന്നു. അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ.